അധികാരികളെ കണ്ണു തുറക്കൂ എന്ന മുദ്രാവാക്യം നമ്മളെല്ലാവരും സമരത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്. അക്ഷരാർത്ഥത്തിൽ ദേശീയപാത ഉപ്പളഗേറ്റിൽ നിരന്തരമായി ഉണ്ടാകുന്ന വാഹന അപകടം, ആ അപകടങ്ങളിൽ ഒരുപാട് മരണപ്പെട്ടു, ഒരുപാട് വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു, ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിലായി, ഇന്നും അറിയുന്ന ഒരുപാട് ആളുകൾ വീട്ടിൽ വിശ്രമത്തിലാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധി സംഘം, UDFന്റെ ജനപ്രതിനിധി സംഘം ബഹുമാനപ്പെട്ട കലക്ടറെ കണ്ട് നിവേദനം നൽകി. അതുപോലെ യൂത്ത് ലീഗ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു റോഡ് ഉപരോധ സമരം നടത്തി, ശക്തമായ ഒരു റോഡ് ഉപരോധ സമരം നടത്തി. അതിനുശേഷം അധികാരികളുടെ കണ്ണ് തുറക്കാത്തപ്പോൾ നമ്മുടെ മാധ്യമങ്ങളെ ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. വളരെ വേഗത കുറച്ച് വാഹനം വന്നാൽ പോലും ഇവിടെ ആക്സിഡന്റ് ഉണ്ടാകുന്നു. ഞങ്ങൾ തന്നെ ഓർമ്മയിൽ ഏകദേശം ഒരു 25ഓളം വാഹനങ്ങൾ ഇവിടെ മൊത്തത്തിലായിട്ട് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഈ റോഡ് നിർമ്മാണത്തിൽ അതുമായി പരിചയമുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ പറയുന്നു, ഇതിലെ താറിങ്ങിൽ അമിതമായി ഉപയോഗിച്ചത് കൊണ്ടാണ്, മിക്സിങ്ങിൽ ഉണ്ടായ പ്രശ്നമാണ്. വെയിൽ അധികമായി വന്നാലും മഴ അധികമായി വന്നാലും ഇവിടെ ഈ ബ്രേക്ക് കിട്ടാത്തൊരു സാഹചര്യം, വണ്ടി തെന്നിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ദൃശ്യമാധ്യമങ്ങൾ ഒക്കെ ഈ വിഷയം ഏറ്റെടുത്തു. അതിനുശേഷം അധികാരികൾ മെല്ലെ മെല്ലെ കണ്ണുകൾ തുറക്കാൻ തുടങ്ങി. മാറ്റ്ലാബ് എന്ന് പറയുന്ന ആധുനിക കാലഘട്ടത്തിലെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് റോഡ് പരിശോധന നടത്തി എന്തുകൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നതെന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ്. ഈ റോഡിന്റെ നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ട് എന്ന് കൃത്യമായി അന്ന് ബഹുമാനപ്പെട്ട കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ പറഞ്ഞതാണ്. പക്ഷെ അവർ പറയുന്നത് ഒരു തരത്തിലുള്ള തകരാറില്ല എന്നാണ്. അമിതമായ സ്പീഡാണ് വാഹനത്തിന് അപകടമുണ്ടാക്കുന്നത് എന്നാണ്. ഞങ്ങൾ പറഞ്ഞു, അല്ല, ഇവിടെ വാഹനം ഗംഭീരമായി നല്ലൊരു മഴ വന്നാൽ പോലും ആക്സിഡന്റ് ഉണ്ടാകുന്നു, നല്ലൊരു വെയിൽ വന്നാലും ആക്സിഡന്റ് ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഈ ലാബ് പരിശോധന നടത്തിയപ്പോൾ, മെറ്റൽ ലാബ് പരിശോധന നടത്തിയപ്പോൾ അവർക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് അവിടെ ആക്സിഡന്റ് ആകുന്ന 100-150 മീറ്റർ ആ റോഡ്, അവിടെ നല്ല രീതിയിൽ ആ റോഡിൻ്റെ പുനർനിർമ്മാണം, ആ റോഡിനെ വളരെ വാഹനത്തിന് പെട്ടെന്ന് ബ്രേക്ക് അടിച്ചാൽ കിട്ടാവുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അധികാരികളെ കണ്ണു തുറക്കൂ എന്ന വളരെ മനോഹരമായ മുദ്രാവാക്യം ഉപ്പളഗേറ്റിൽ കണ്ണ് തുറന്നിരിക്കുകയാണ് അധികാരികൾ. അത് സമരത്തിന്റെ വിഷയമാണ്. നിരന്തരമായി ഞാൻ ഉൾപ്പെടെയുള്ള MLA, MP അടക്കമുള്ള ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്, അധികാരികളോട് പറയുന്നുണ്ട്. പക്ഷെ തീരുമാനമാകുന്നില്ല. ഞങ്ങൾ എത്ര സമരങ്ങൾ ചെയ്തു, എത്ര പ്രക്ഷോഭങ്ങൾ നടത്തി, പക്ഷെ ഇന്ന് അതിനൊരു ശാശ്വതമായ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു ജീവൻ പോലും അവിടെ നഷ്ടപ്പെടാൻ പാടില്ല. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഒരു ജീവൻ പോലും ഇനി നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അധികാരികൾ കൃത്യമായി അവിടെ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. വളരെയേറെ സന്തോഷമാണ്. സമരത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ കൂടെ നിന്ന് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.